തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സമയത്താണ് മുന്നണിയിലെ ഒരു ഘടകകക്ഷി നേതാവും മുൻ മന്ത്രിയും നിലവിൽ MLA ആന്റണി രാജുവിനെതിരെ സർക്കാർ സംവിധാനം തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സർക്കാർ തന്നെ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സർക്കാരിന് വേണ്ടി, സംസ്ഥാന സർക്കാരിന്റെ നിയമവകുപ്പിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ ആയിട്ടുള്ള നിഷാരാജ് ശങ്കറാണ് ഈ സത്യവാങ്മൂലം നൽകിയത്. അതിൽ പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഈ തൊണ്ടിമുതൽ കേസ് വരുന്ന സമയത്ത്, അതായത് ഓസ്ട്രേലിയയിൽ നിന്ന് മയക്കുമരുന്ന് കടത്തിയ ഓസ്ട്രേലിയൻ പൗരനെ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി അഭിഭാഷകൻ കൂടിയായ മന്ത്രി അതിനുവേണ്ട തൊണ്ടിമുതൽ കോടതിയിൽ നിന്ന് മാറ്റി എന്നതായിരുന്നു അദ്ദേഹത്തിനെതിരായ കേസ്. അത് നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വഞ്ചൂർ ജില്ലാ കോടതിയിലേക്ക് എത്തുന്നു, പിന്നെ ഹൈക്കോടതിയിലേക്കും അവിടെ നിന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത്. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ആന്റണി രാജു പറഞ്ഞത് രാഷ്ട്രീയ ഭാവി തകർക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ചില നടപടിക്രമങ്ങളാണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കുന്നില്ല എന്നതായിരുന്നു ആന്റണി രാജുവിന്റെ വാദമായി ഉയർത്തിയിരുന്നത്. ആ വാദത്തെ പൊളിക്കുന്നതാണ് ഇപ്പോൾ സർക്കാർ തന്നെ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം. ഇത് ക്രിമിനൽ ചട്ടപ്രകാരമുള്ള ഒരു കുറ്റമാണ്. ഇത് കാര്യഗൗരവത്തോടു കൂടി തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ് എന്നതാണ് സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും മന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ മുൻ മന്ത്രിയും നിലവിൽ മുന്നണിയുടെ MLA ഒരാൾക്കെതിരെ സർക്കാർ തന്നെ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് വലിയ രീതിയിൽ അത് പ്രതിപക്ഷത്തിന് ഒരു ആരോപണത്തിനുള്ള ഒരു ആയുധമായിരിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും മണിക്കൂറുകളിലൊക്കെ തന്നെ അതിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകാനുമുള്ള ഒരു സാധ്യത നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ നിലവിൽ സ്വന്തം മുന്നണിയിൽ തന്നെയുള്ള ഒരു നേതാവിനെതിരെ തന്നെയാണ് സർക്കാർ ഇപ്പോൾ തിരിഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ CPM-നുള്ളിൽ തന്നെ ഒരു വളരെ വലിയൊരു വിഭാഗീയത ഉടലെടുക്കുന്നു എന്ന് വേണ്ടേ പറയാൻ? അല്ല വിഷ്ണു, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം CPM അല്ല ആന്റണി രാജു ഒരു ഘടകകക്ഷി മാത്രമാണ്. LDF-ലെ ജനാധിപത്യ കേരള കോൺഗ്രസ് ആണ് ആന്റണി രാജുവിന്റെ പാർട്ടി. ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സംസ്ഥാന നേതൃത്വമില്ല, ജില്ലാ ഘടകങ്ങളൊന്നും എല്ലാ സ്ഥലത്തുമില്ല. ഈ CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ ഒരു ദാക്ഷിണ്യത്തിൽ ജയിച്ചു പോയി എന്നൊന്നു മാത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ LDF ജനാധിപത്യ കേരള കോൺഗ്രസിനെ ഘടകകക്ഷിയായി അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം, അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നൽകിയിട്ടുള്ള സത്യവാങ്മൂലം LDF യോഗത്തിൽ ഉന്നയിക്കാനാണ് ജനാധിപത്യ കേരള കോൺഗ്രസും ആന്റണി രാജുവും തീരുമാനിച്ചിരിക്കുന്നത്. CPM-ന് ഇതിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിട്ടൊന്നുമില്ല. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ആന്റണി രാജുവിന്റെ കേസൊന്നും അവർ വലിയ രീതിയിലൊന്നും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. കാരണം അവരെ ബാധിക്കുന്ന സംഭവമല്ല, അതുകൊണ്ട് തന്നെ അവർ മുഖവിലയ്ക്ക് എടുക്കുന്നതുമില്ല. പക്ഷേ LDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമായാലും ആറ്റിങ്ങലായാലും മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ കേസ് പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മുൻ മന്ത്രിയായിരുന്നു അദ്ദേഹം, നിലവിലും ഘടകകക്ഷി നേതാവാണ്, അദ്ദേഹം നിലവിൽ MLA ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു MLA-യുടെ കേസിൽ തന്നെ സുപ്രീം കോടതിയിൽ ഒരു സർക്കാർ സത്യവാങ്മൂലം നൽകുക എന്ന് പറഞ്ഞാൽ അത് പ്രചരണ തന്ത്രമായി ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അഭിഭാഷകൻ എന്ന നിലയിൽ ആന്റണി രാജു അന്ന് തന്നെ അതിൽ പ്രതികരിച്ചത്, വക്കീലാണ് ഞാൻ, അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ്, അപ്പോൾ ആ കേസിൽ തന്റെ കക്ഷിയെ ജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് തന്റെ ഉത്തരവാദിത്വം. അതിൽ താൻ വഴിവിട്ട രീതിയിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട രീതിയിൽ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ അന്വേഷിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇത് രാഷ്ട്രീയമായി തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നതാണ് എന്നതായിരുന്നു ആന്റണി രാജു പ്രധാനമായി ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന LDF യോഗത്തിൽ ഇതൊരു അജണ്ടയ്ക്ക് എടുക്കുമോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം CPM ആണ് ആ കാര്യങ്ങളിലൊക്കെ തീരുമാനിക്കേണ്ടത്. വല്യേട്ടൻ തീരുമാനിക്കും ആരുടെയൊക്കെ പരാതി കേൾക്കണം, ആരുടെയൊക്കെ പരിഭവം കേൾക്കണം, ഏത് കാര്യം അജണ്ടയ്ക്ക് എടുക്കണം, ഏത് കാര്യം ചർച്ച ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് CPM ആണ്. കാരണം അതുകൊണ്ട് തന്നെ ആന്റണി രാജു ഈ വിഷയം LDF-ൽ ഉയർത്താൻ ശ്രമിച്ചാലും ചിലപ്പോൾ നടക്കണമെന്നില്ല. നടന്നാൽ ആന്റണി രാജുവിന്റെ ഭാഗ്യമായിരിക്കും. മുന്നണി യോഗത്തിലെങ്കിലും ഇത് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നൊരു ഭാഗ്യവും ഉണ്ടാവും ആന്റണി രാജുവിന്.